ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫേസ്ബുക്കിൽ നിന്ന് എങ്ങനെ നമുക്ക് വരുമാനം ഉണ്ടാക്കാം എന്നതാണ് ഇന്നത്തെ കാര്യം. അപ്പോൾ നമുക്ക് ഫേസ്ബുക്കിൽ നമുക്ക് ഫോട്ടോസ് ഇട്ടാൽ പോലും നമുക്ക് ക്യാഷ് ലഭിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇടുന്ന ഫോട്ടോസ് നല്ല ക്ലാരിറ്റി ഉള്ളതായിരിക്കും. ക്ലാരിറ്റി ഉള്ള ഫോട്ടോ ഇടണം. അങ്ങനെ ഇങ്ങനെയും നമ്മൾ ബെററായിട്ടുള്ള ഫോട്ടോസൊന്നും ഇടാതിരിക്കുക. അതിനൊക്കെ ഏണിങ്സ് കുറയും. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 500 വ്യൂസൊക്കെ ആകുമ്പോഴേക്കും നമുക്കൊരു പൈസയൊക്കെ കയറുന്നത് കാണാം. അതുപോലെ തന്നെയാണ് നമ്മളെ റീലുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റീൽസൊക്കെ ഇടുന്ന സമയത്ത് നമുക്ക് ഫേസ്ബുക്ക് തരുന്ന പാട്ടുകൾ തന്നെ നമ്മൾ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. റോയൽ ഫ്രീ എന്ന ആ ഒരു ഇതിൽ കയറിയിട്ട് നമ്മൾ അവിടെ നിന്നുള്ള ഫോട്ടോസും സോങ് തന്നെ നമ്മൾ യൂസ് ചെയ്യാൻ ഉപയോഗിക്കുക. അല്ലാതെ നമ്മളിത് അവിടുന്ന് കിട്ടുന്ന പാട്ടുകളൊക്കെ കൊണ്ടിട്ട് നമ്മൾ കോപ്പിറൈറ്റ് ലഭിക്കും. കാരണം ഞാൻ ഫേസ്ബുക്കിൻ്റെ വരുമാനം വാങ്ങുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നമ്മൾക്ക് അതേപോലെ തന്നെ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ആക്കി കഴിയുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ടാസ്ക് തരുന്നുണ്ട്. ആഴ്ചയിൽ ഒരു ടാസ്ക് തിങ്കൾ മുതൽ അടുത്ത സൺഡേ വരെയാണ് ആ ടാസ്കിൻ്റെ ടൈം. ആ ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. അതിലൂടെയും നമുക്ക് നല്ല ഏണിങ്സ് ലഭിക്കുന്നത്. പിന്നെ നമുക്കതുപോലെ തന്നെ ഗോള് അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞു ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിലൂടെയൊക്കെ നമുക്ക് ക്യാഷ് ലഭിക്കും. പിന്നെ പുതിയ ടൂളുകൾ നമ്മൾ ഒരു ഫോട്ടോസ് ഇടുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഫോളോവേഴ്സ് കയറുന്നുണ്ട്. ഫോളോവേഴ്സ് തീർച്ചയായിട്ടും കയറും. ഏറ്റവും കൂടുതൽ യൂട്യൂബിലാണെങ്കിൽ നമുക്ക് 4000 വാച്ച് അവർ എങ്ങനെ വേണം. ഫേസ്ബുക്കിൽ അങ്ങനെ നമുക്ക് അങ്ങനത്തെ ഒരു പ്രത്യേകിച്ച് ക്രൈറ്റീരിയ ഒന്നുമില്ല. ഉണ്ട് ഒരു 5000 ഫോളോവേഴ്സെങ്കിലും വേണം. 5000 10,000 ഫോളോവേഴ്സെങ്കിലും വേണം. അത് പറയുമ്പോൾ നമ്മൾ ഫോട്ടോ ഇടുമ്പോഴത്തേനും നമുക്കൊരു 10-20 ഫോളോവേഴ്സെങ്കിലും കയറിയിരിക്കും. അത്രയും ക്ലാരിറ്റിയുള്ള ഫോട്ടോസ് ഇടുക. പിന്നെ തമ്പിലൈനൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ നല്ല അട്രാക്ഷനോട് കൂടിയിട്ടുള്ള തമ്പിലൈൻ കൊടുക്കുക. പിന്നെ കോപ്പിറൈറ്റ് വരാതെ ശ്രദ്ധിക്കുക, സ്ട്രൈക്ക് വരാതെ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ അവിടെ എന്ന് പറഞ്ഞാൽ പെട്ടെന്നായിരിക്കും നമ്മുടെ പ്രൊഫൈലൊക്കെ ലോക്കായി പോകുന്നത്. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ നമ്മളിടുന്ന ഓരോ ഫോട്ടോസും വീഡിയോസും നമ്മൾ അതിൽ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരുപാട് വാക്കുകളുണ്ട്. ആ വാക്കുകൾ നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. പിന്നെ നമ്മൾ ഹാഷ്ടാഗ് കൊടുക്കുന്നത് ശ്രദ്ധിക്കുക. ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇടുന്ന വീഡിയോസിനും ഫോട്ടോസിനും കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ യൂട്യൂബിൽ ചെയ്യുന്ന അതേപോലെയുള്ള കാര്യങ്ങൾ തന്നെയാണ് അവിടെ ചെയ്യുന്നത്. പക്ഷേ എന്നാലും കുറച്ച് വ്യത്യസ്തത ഉണ്ട് എന്ന് മാത്രമാണ്. അപ്പോൾ പിന്നെ ചില ആളുകൾ ചോദിക്കും, നിങ്ങൾക്കൊന്ന് വേറെ പണിയില്ലടോ, വല്ല ജോലിക്കും പോയിക്കൂടെ എന്ന് ചോദിക്കും. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, എല്ലാവരും ജോലിക്ക് പോയിക്കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സൈഡായിട്ട് ഒരു സന്തോഷത്തിന് വേണ്ടി ഒരു ചാനൽ തുടങ്ങുന്നതും അതുപോലെ തന്നെ ഫേസ്ബുക്കിലായാലും ഒരു പേജ് തുടങ്ങുന്നതും ഒക്കെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ എല്ലാവരും യൂട്യൂബിൻ്റെ വരുമാനവും ഫേസ്ബുക്കിൻ്റെ വരുമാനവും കൊണ്ടല്ല ജീവിക്കുന്നത്. അത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് പോലും ഇവിടെയുള്ള ജനങ്ങൾക്കില്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. നമ്മളുടെ ഒരു സന്തോഷമാണ് ഇതൊക്കെ, അത് ആദ്യം മനസ്സിലാക്കുക. പിന്നെ നമ്മൾക്ക് നല്ലതെന്ന് തോന്നുന്നത് നമ്മൾ പോസ്റ്റ് ചെയ്യുക. ഓക്കെ, അത്രയേ ഉള്ളൂ. അതിന് കൂടുതലായിട്ട് വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട. അപ്പോൾ ഫേസ്ബുക്കിൽ നിന്ന് നിങ്ങൾ എങ്ങനെയെങ്കിലും വരുമാനം കിട്ടുന്നവർ വേഗം വാങ്ങിയെടുക്കുന്നത്. $25 ആകുമ്പോഴത്തേക്കും നമുക്കൊരു വരുമാനം കിട്ടും. ഒരു മാസം 22-23 ആകുമ്പോഴത്തേക്കും നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് കയറും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുക. ഓക്കെ, എനിക്ക് ലഭിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നുള്ളൂ. അറിയാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഫേസ്ബുക്കിന് പേടിച്ചാരും നിൽക്കേണ്ട. നമ്മൾ നല്ല രീതിക്കാണെങ്കിൽ നമ്മൾ ആരും ഒന്നും ചെയ്യില്ല. ഓക്കെ.